ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ലാസ്റ്റ് വീഡിയോയില് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകേണ്ട നെസസിറ്റി ആയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് MBBS അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കോളേജിലോട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചാണ്. കാരണം ലാസ്റ്റ് 2-3 ദിവസമായിട്ട് എനിക്ക് കുറച്ച് കുട്ടികളൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു, അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിച്ചിട്ട്. പല സാധനങ്ങളും ഒട്ടും ആവശ്യമില്ലാത്തതാണ്. അപ്പൊ നിങ്ങൾ അതൊന്നും മേടിച്ചിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ കൊണ്ടുപോവുക. ബാക്കി കാര്യങ്ങളൊക്കെ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം, വേണമെങ്കിൽ മേടിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം. സോ ഗൈസ്, ഞാൻ ആദ്യം പറയാൻ പോകുന്നത്, എനിക്ക് 2-3 ദിവസമായിട്ട് എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ്. ഞാൻ എന്തുകൊണ്ട് ഇത് ആദ്യം പറയുന്നത് വെച്ചാൽ, മേ ബി നിങ്ങൾ ഈ വീഡിയോ ഫുൾ ഇരുന്ന് കാണില്ല. അപ്പൊ നിങ്ങൾ ഇത് മേടിച്ചിട്ട് പോവേണ്ട ആവശ്യം ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ആദ്യം തന്നെ ഇത് പറയുന്നത്. ഇത് എനിക്കൊരു മാൻഡേറ്ററി ആയിട്ട് തോന്നിയിട്ടില്ല. എന്നാൽ പലരും ഇത് വളരെ അത്യാവശ്യമാണെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കത് ഒരു അത്യാവശ്യമായിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ ഞാൻ ഇന്ന് ഫൈനൽ ഇയറായി, എനിക്കതൊരു മാൻഡേറ്ററി ആയിട്ട് തോന്നിയിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ ലാബ്, ടാബ്, ഐപാഡ്, ഇത്തരം കാര്യങ്ങളാണ്. പലരും ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇതില്ലേ നമുക്ക് MBBS കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷെ അതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ മേടിക്കാം. അല്ലാത്ത ആരും അത് മേടിക്കേണ്ട ആവശ്യമില്ല. എന്റെ ഫ്ലോറിൽ തന്നെ 1-2 പേരെടുത്ത് മാത്രം, അതായത് ഞങ്ങൾ 10-70 ഗേൾസ് ഉണ്ട്, അതിൽ തന്നെ ഒരു 10 കുട്ടികൾക്ക് പോലും തികച്ച് ഇവിടെ ലാപ്ടോപ്പ് ഇല്ല. എനിക്ക് തോന്നുന്നു 1-2 കുട്ടീൻ്റെ അടുത്ത് മാത്രമേ ടാബ് ഉള്ളൂ. ബാക്കി ആരെടുത്തും ഇല്ല. അതായത് ബാക്കി ഒരു 50-55 കുട്ടികളുടെ അടുത്ത് ഇതില്ല. പക്ഷെ നമ്മളെല്ലാരും ഫൈനൽ ഇയർ ആണ്. അപ്പം അതൊരു മാൻഡേറ്ററി ഉള്ള കാര്യമല്ല. ശരിയാണ്, നമുക്ക് PPT ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ലാബും ടാബും നിർബന്ധമുള്ള കാര്യമല്ല. നമ്മൾ ചെയ്യേണ്ടത് ഫോണിൽ ചെയ്താൽ മതി. നമുക്കിപ്പോൾ എല്ലാ ഫെസിലിറ്റീസും ഫോണിൽ അവൈലബിൾ ആണ്. പിന്നെ ഒരു കൺവീനിയൻസ് എന്താന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒക്കെ, നമ്മൾ ഒരു ഓതറിന്റെ ബുക്ക് ആയിരിക്കും നമ്മൾ മേടിക്കുക, ബാക്കിയുള്ള ഓതേഴ്സിന്റെ ബുക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക ചെയ്യാം. സോ നമുക്ക് വലിയൊരു സ്ക്രീനിൽ അത് വായിച്ച് പഠിക്കണമെങ്കിൽ ഓഫ് കോഴ്സ് ടാബ് ആയിരിക്കും നല്ലതുണ്ടാവുക. പക്ഷെ ഫോണിൽ കൺവീനിയൻസ് ആണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലത് ഫോണാണ്. ഞാൻ ഫോണിലാണ് എല്ലാ PDF ഡൗൺലോഡ് ചെയ്യാറ്. പിന്നെ നമ്മൾ അതാണ് ക്ലാസ്സിലും, ഫോണൊക്കെ അല്ലേ നമ്മൾ ക്ലാസ്സിൽ കൊണ്ടുപോകും. അപ്പൊ നമുക്ക് അവിടെ നിന്ന് വായിക്കണമെങ്കിൽ ഫോണാണ് കുറച്ചുകൂടി കംഫർട്ടബിളും. പിന്നീട് എന്ന് പറഞ്ഞാൽ PPT ഉണ്ടാക്കാനാണ്. PPT ഉണ്ടാക്കാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഗൂഗിൾ സ്ലൈഡ് എന്നുള്ളൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ നമുക്ക് PPT ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ PPT ഉണ്ടാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറയുന്നത് ഗൂഗിൾ സ്ലൈഡാണ്. അത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ സ്ലൈഡ് ഓപ്പൺ ചെയ്ത ശേഷം ഇതുപോലൊരു ടൈറ്റിൽ, നമുക്ക് ഇഷ്ടമുള്ളൊരു ടൈറ്റിൽ കൊടുക്കാം. നമ്മുടെ ടോപ്പിക് ഏതാണോ അതിൻ്റെ ടൈറ്റിൽ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം ടൈപ്പ് ചെയ്യുന്നതിൽ നല്ല നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്ലൈഡിൽ വന്നിട്ട് നമുക്കത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്തിട്ടുള്ള സമയം നമുക്ക് കളയത്തില്ല. അപ്പം ഇതാണ് എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് തോന്നിയിട്ടുള്ളൊരു മെത്തേഡ്. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് PPT ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഫോണിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം എടിപിടി എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ലാപ്പ് പെട്ടെന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പലരും ഇതിനെക്കുറിച്ച് അറിയാത്ത കുട്ടികളാണെങ്കിൽ ഇത് വേണമെന്ന് പറയുമ്പോൾ വീട്ടിൽ പ്രഷർ ചെയ്യും, എനിക്ക് വാങ്ങിക്കണം. മേ ബി വീട്ടുകാരുടെ അടുത്ത് അത്ര ഒരു ഫിനാൻഷ്യൽ ഇത് വാങ്ങിക്കാനുള്ള കാണത്തില്ല. പോരാത്തതിന് നമ്മളിപ്പോ ഒരു സെൽഫ് ഫിനാൻസിൽ അഡ്മിഷൻ എടുത്ത കുട്ടിയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഇപ്പൊ നമ്മൾ ഫീസും മറ്റു കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ടാവും. അതിന്റെ കൂടെ നമുക്ക് ഒരു ലാപ്പ് അല്ലെങ്കിൽ ടാബ്, ഇതിന്റെ ഒന്നും പൈസ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ, കുറച്ചുകൂടി ഈസിയാണ്. നിങ്ങൾക്ക് PPT ഉണ്ടാക്കണമെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കാം. പക്ഷെ അല്ലാത്ത കുട്ടികൾ ആരും ഇത് മേടിക്കേണ്ട. അതൊരു നെസസിറ്റി ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. നിങ്ങൾക്ക് അതില്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്സാവാനും MBBS കംപ്ലീറ്റ് ചെയ്യാനും MBBS വളരെ നല്ല ലൈഫ് ആയിരിക്കും. അത് വലിയ കുഴപ്പമില്ല. പിന്നെ പ്രസന്റേഷൻ എന്ന് പറയുന്നത് എല്ലാ ദിവസമുള്ള പ്രസന്റേഷൻ ഒന്നും ആയിരിക്കില്ല. നമ്മൾ 100 കുട്ടികൾ ഉണ്ടാവും ക്ലാസ്സിൽ. വൺസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കറങ്ങിത്തിരിഞ്ഞ് 100 കുട്ടികൾ എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുക. പിന്നെ ഫസ്റ്റ് ഇയറിൽ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു സെമിനാർ എന്തോ എടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ടാവും. ഫൈനൽ ഇയർ ആയപ്പോഴാണ് ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി റിപ്പീറ്റ് അടിച്ച് സെമിനാർസ് വരുന്നത്. എന്നിട്ടും ഞാൻ ഫോണിൽ തന്നെയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടി എളുപ്പം അതാണ്. അപ്പം നിങ്ങൾ എടിപിടി ഈ സാധനങ്ങളൊന്നും മേടിക്കേണ്ട.
രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുറച്ച് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഉണ്ട് നമുക്ക്. ക്ലാസ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൊടുക്കുന്ന ക്ലാസ്, അപ്പം അത് എടുത്താൽ എന്നാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്നൊരു കുറച്ച് ധാരണയുണ്ട്. പക്ഷെ അത് തെറ്റാണ്. അതും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല ഗൈസ്. നമുക്കത് അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ബേസ് കിട്ടും, അത്രയേ ഉള്ളൂ. പക്ഷെ എന്ന് വെച്ചിട്ട് നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണോ വേണ്ടത് അത് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ക്ലാസ് കാണും. ഓൾറെഡി ഇതിന്റെയൊക്കെ നല്ല നല്ല ക്ലാസ്, നല്ല നല്ല ലെക്ചേഴ്സ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ റെഫർ ചെയ്തിട്ടുള്ള കുറച്ച് യൂട്യൂബ് ചാനലിന്റെ ഒക്കെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ ചെയ്യാം. പക്ഷെ എല്ലാ കാര്യങ്ങളും യൂട്യൂബിലുണ്ട്. ഈവൻ ഡിസെക്ഷന്റെ ക്ലാസ് പോലും യൂട്യൂബിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം യൂട്യൂബ് നോക്കുന്നതാണ്. നിങ്ങൾ ഈ 35,000, 45,000, 75,000 ഒക്കെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുത്തിട്ട് മേ ബി നമ്മൾ കാണാൻ സമയമൊന്നും കിട്ടിയെന്ന് വരില്ല. അതിൽ നല്ലത് എത്രയോ ബെറ്റർ ആണ് ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് രണ്ടും എന്ന് പറയുന്നത് നിങ്ങളടുത്ത് പൈസ ഉണ്ട്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ ഒന്നും വിഷമിക്കേണ്ട, അതിന്റെ ഒരു ആവശ്യമില്ല. അപ്പൊ ഇത് രണ്ടും ഞാൻ ആദ്യം പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ മേ ബി നിങ്ങൾ ഈ വീഡിയോ ഫുള്ളി ഇരുന്ന് കാണാത്തതുകൊണ്ടാണ്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഈ വൈറ്റ് കോട്ടാണ്. വൈറ്റ് കോട്ട് ചില കോളേജിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ചില കോളേജിൽ നമ്മൾ മേടിച്ചിട്ട് പോകണം. ഈ കോട്ട് അവർ തന്നെയാണ്, ഫ്രീ അല്ല, പക്ഷെ ഞാൻ ഇവിടുന്ന് തന്നിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ നമുക്ക് കിട്ടുവാണെങ്കിൽ കോളേജ് ചില കോളേജ്, അതായത് എനിക്ക് തോന്നുന്നു സെൽഫ് ഫിനാൻസിങ് കോളേജ് മുഴുവനായിട്ടും കൊടുക്കും തോന്നുന്നു, എനിക്കത് ഉറപ്പില്ല. പക്ഷെ എന്റെ കോളേജിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗവൺമെന്റ് കോളേജിൽ മേ ബി നമ്മൾ വാങ്ങിക്കേണ്ടി വരും. അങ്ങനെ വാങ്ങിക്കേണ്ട കോളേജ് ആണെങ്കിൽ വാങ്ങിക്കുമ്പോൾ കുറച്ചുകൂടി കോട്ടന്റെ ഒക്കെ ക്ലോത്ത് ഉപയോഗിക്കുക. ചിലത് ഭയങ്കര പോളിസ്റ്റർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കും. അപ്പം കുറച്ചുകൂടി കോട്ടന്റെ, ഇത് കുറച്ചുകൂടി കോട്ടൺ ആണ്. അപ്പൊ ഇത് കുറച്ചുകൂടി നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് വിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കോട്ടന്റെ നല്ല കുറച്ച് കട്ടിയുള്ള തുണി തന്നെ എടുക്കുക. കാരണം കോട്ട് കുറെ കാലം നമ്മൾ ഉപയോഗിക്കേണ്ടതല്ലേ. കുറച്ച് നല്ല തുണി തന്നെ മേടിക്കുക, കുറച്ചുകൂടി കോട്ടൺ മേടിക്കുക. കോട്ടൺ ഉണങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം നമ്മൾ പക്ഷെ എന്നാലും രാത്രി ഫാൻ്റെ വീട്ടിലിട്ടാൽ പെട്ടെന്ന് ഉണങ്ങും. പക്ഷെ പോളിസ്റ്റർ പെട്ടെന്ന് ഉണങ്ങും, പക്ഷെ നമുക്ക് ക്ലാസ്സിൽ അതിട്ട് ചൂടെടുക്കും. അപ്പം വാങ്ങിക്കുമ്പോൾ നല്ലൊരു ക്ലോത്തിന്റെ തന്നെ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി രണ്ടാമത്തതും കുറെ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്, സ്റ്റെത്ത് വേണോന്ന്. സ്റ്റെതസ്കോപ്പിന്റെ ഒരു ആവശ്യം ഫസ്റ്റ് ഇയറിൽ വലുതായിട്ടില്ല. പക്ഷെ നമുക്കൊരു സബ്ജക്ട് ഉണ്ട് ഫിസിയോളജി എന്ന് പറഞ്ഞിട്ടുള്ള, അതിന്റെ പ്രാക്ടിക്കലിന്, അതായത് മൺസ് നമ്മൾ കുറച്ചുകൂടി എൻറ്റർ ചെയ്ത് കഴിഞ്ഞ് കുറച്ചുകൂടി നമ്മൾ കോളേജിൽ എൻറ്റർ ചെയ്ത് കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് പ്രാക്ടിക്കൽസ് സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് നമുക്ക് BP എടുക്കാനും ഇനി അതർ ഓസ്കൾട്ടേഷൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെത്ത് ഉപയോഗിക്കും അവിടെ. സോ നമുക്ക് സ്റ്റെത്ത് ആവശ്യമുണ്ട്. പക്ഷെ ഇനിയിപ്പോ കയറുമ്പോൾ തന്നെ വേണമെന്നൊന്നുമില്ല, കയറി കഴിഞ്ഞതിന് ശേഷം പയ്യെ വാങ്ങിച്ചാൽ മതി. പക്ഷെ സ്റ്റെത്ത് വേണം. ഇനിയിപ്പം സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് വാങ്ങിക്കാൻ കുഴപ്പമില്ല. ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഏതെങ്കിലും കുട്ടീൻ്റെ അടുത്തുനിന്ന് കടം മേടിച്ചിട്ടൊക്കെ ഇട്ടാൽ മതി. കാരണം ആ ഒരു സമയത്ത് മാത്രമാണിത്. നമ്മുടെ പ്രാക്ടിക്കലിന്റെ ഹവറിൽ മാത്രം. അപ്പൊ നമ്മുടെ ഒരു ബാച്ച് ആയിട്ട് തിരിക്കുകയല്ലോ. അപ്പൊ നമ്മുടെ ബാച്ചിന്റെ പ്രാക്ടിക്കൽ ഹവറിൽ വേറെ ബാച്ചിന്റെ കയ്യിൽ നിന്ന് മേടിച്ചാൽ മതി. സ്റ്റെത്ത് ഏത് ബ്രാൻഡിന്റെ മേടിക്കാണെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം സ്റ്റെത്ത് എന്ന് പറയുന്നത് ചെറിയ പൈസ മുതൽ വലിയ പൈസ വരെ നമുക്ക് അവൈലബിൾ ആണ്. അതായത് ലിറ്റ്മാൻ പോലുള്ള സ്റ്റെത്തിന് 8,000 തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. 8,000, 10,000, 25,000, 35,000 ഒക്കെ സ്റ്റെത്ത് നമുക്ക് കാണും. അല്ലാതെയും കുറെ സ്റ്റെത്ത് ഉണ്ട്, 1,000 തൊട്ട് തുടങ്ങിയിട്ടുള്ള സ്റ്റെത്തും ഉണ്ട്. അപ്പം കുറച്ചുകൂടി നല്ല ബ്രാൻഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മൈക്രോടോണിന്റെ സ്റ്റെത്ത് ആണ്. അതിനും കുറച്ചുകൂടി അഫോർഡബിളും കൂടിയാണ്. എന്റെ സ്റ്റെത്തും അതാണ്. അപ്പൊ എനിക്ക് അതിൽ നിന്ന് കുറച്ചുകൂടി നമുക്ക് സൗണ്ട് ഒക്കെ കറക്റ്റ് ആയിട്ട് ഒന്ന് കേൾക്കാനൊക്കെ പറ്റുട്ടോ. കാരണം ഞാൻ ചില സമയത്ത് വേറെ കുട്ടികളുടെ സ്റ്റെത്ത് ഇടുന്ന സമയത്ത് എനിക്ക് എന്റെ സ്റ്റെത്തിന്റെ അത്ര സൗണ്ട് ഒന്നും എനിക്ക് ക്ലിയർ ആയി കേൾക്കാറില്ല. പക്ഷെ മൈക്രോടോണിന്റെ സ്റ്റെത്ത് കുറച്ചുകൂടി നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ വാങ്ങിക്കാം, ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റെപ്പ് ഏതാണോ നിങ്ങൾക്ക് അത് മേടിക്കാം. അപ്പൊ ഒത്തിരി വിലേന്റെ ഒന്നും ഫസ്റ്റ് ഇയറിൽ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഏതെങ്കിലും സ്റ്റെപ്പ് മേടിച്ചാൽ മതി. ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് സ്റ്റേഷനറി ആയിട്ടാണ്. ഒന്നെന്ന് പറയുന്നത് കളർ പെൻസിലാണ്. കളർ പെൻസിൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഓരോരോ സബ്ജക്റ്റിനും പാസ്സാവാനുള്ള ഓരോരോ നാക്ക് ഉണ്ടല്ലോ. ഈ അനാട്ടമി പാസ്സാവാനുള്ള ഏറ്റവും വലിയ നാക്ക് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ചിത്രം വരയ്ക്കുക, അത് കളർ ചെയ്യുക. ചിത്രം വരച്ചാൽ മാത്രം അത് കളർ ചെയ്യണം. പിന്നെ ഒരുവിധം എല്ലാ സാധനം നമ്മൾ ഡയഗ്രാംസിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കളർ പെൻസിലാണ്. നമ്മൾ ഏത് ഫിഗർ വരയ്ക്കുന്നോ അതിന് നമ്മൾ കളർ ചെയ്യുകയും വേണം. അത് നമുക്ക് ഇഷ്ടമുള്ള കളർ ഒന്നല്ല കേട്ടോ, ഓരോന്നിനും ഓരോരോ കളർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ നിങ്ങൾ കളർ പെൻസിൽ എന്തായാലും മേടിക്കാം, വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം നല്ല ബ്രാൻഡിന്റെ തന്നെ മേടിക്കാം കേട്ടോ. രണ്ടാമത്തെ പറയുന്നത് HND പെൻസിലാണ്. HND പെൻസിൽ ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് ഒന്നേ ഉള്ളൂ. ഇതിന്റെ കൂടെ ഒന്നും കൂടി ഇതിന്റെ ഒരു പെയർ ഉണ്ട്. അതൊരു പിങ്ക് കളറാണ്, ഇതൊരു വയലറ്റ് കളറാണ്.
അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കളർ പെൻസിലിൽ ഒരു പിങ്കും വയലറ്റും എടുത്തിട്ട് HND എന്ന് പറയരുത്. HND എന്ന് പറഞ്ഞിട്ട് തന്നെ വേറെ പെൻസിലുണ്ട്. അപ്പം അതിലെ കളർ ഉപയോഗിക്കരുത് കേട്ടോ. ഇത് വേറെ തന്നെ പെൻസിലാണ്, അങ്ങനെ തന്നെ പറഞ്ഞിട്ട് മേടിക്കുകയും വേണം. നമ്മൾ HND പെൻസിൽ എന്നാ പറയാം. ഇത് നമുക്ക് കുറച്ചധികം മേടിക്കണം. കാരണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു റെക്കോർഡ് തന്നെ ഉണ്ട്, ഹിസ്റ്റോളജി റെക്കോർഡ്. അതിന്റെ ഫിഗർ ഞാൻ ഇവിടെ കൊടുക്കാം. അത് നമ്മൾ ഒരു എല്ലാപ്പോ ഈ പ്രാക്ടിക്കൽ ഹവറിൽ വരച്ചോണ്ടിരിക്കും. അപ്പൊ ഈ വരച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ നിബ് പൊട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ കുറെ പെൻസിൽ വാങ്ങിച്ച് കയ്യിൽ വെക്കുക. HND പെൻസിലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് എക്സാംസിനും HND ഫിഗർ വരയ്ക്കാനുണ്ട്. അപ്പം ഈ പെൻസിലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. ഇതും മേടിച്ചിട്ട് വരാം. കാരണം ചില സമയത്ത് കോളേജിന്റെ ചുറ്റൊന്നും ഞാൻ കാണാറില്ല. അതുകൊണ്ട് നമുക്ക് മാക്സിമം വാങ്ങിച്ചിട്ട് വന്നാൽ മതി. പിന്നെയുള്ളത് വൈറ്റ്നർ ആണ്. വൈറ്റ്നർ ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്നാൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ആവശ്യം വരുന്നത് വൈറ്റ്നർ ആണ്. ഇനി വേറെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഗ്ലൗസ്, മാസ്ക്, സാനിറ്റൈസർ. അത് എന്തായാലും നമുക്കറിയാലോ, ഇമ്പോർട്ടന്റ് ആയിരിക്കും. പിന്നെ ഗ്ലൗസ് എപ്പോഴും വെച്ചാൽ എല്ലാ ഡിസെക്ഷൻ ഹോളിലും നമുക്ക് ഗ്ലൗസ് ഇടാൻ പറ്റുമെന്ന് വെച്ചാൽ ചില കോളേജുകാർ അത് സമ്മതിക്കില്ല. ഇപ്പൊ എന്റെ കോളേജിൽ നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ടല്ല നമ്മൾ കെഡാവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ചില കോളേജിൽ നമ്മൾ ഗ്ലൗസ് ഇടാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്തായാലും വരുമ്പോൾ ഒരു പെയർ ഗ്ലൗസ് കൊണ്ടുവരിക. പിന്നെ മാസ്ക്, സാനിറ്റൈസറും നിങ്ങൾ എന്തായാലും നമ്മൾ കൊണ്ടുവരുമല്ലോ ഒരു ഹോസ്പിറ്റലിലോട്ട്, അല്ലെങ്കിൽ നമ്മളൊരു മെഡിക്കൽ സ്റ്റുഡന്റിന്റെ കയ്യിൽ ബേസിക് ആയിട്ട് കാണുന്ന കുറച്ച് കാര്യങ്ങളാണല്ലോ ഇത്. അപ്പൊ ഇതൊക്കെ എന്തായാലും വാങ്ങിച്ചിട്ട് വരിക. വലിയ സാനിറ്റൈസർ ഒന്നും വേണ്ട, ചെറിയൊരു ബോട്ടിൽ മേടിച്ചിട്ട് വന്നാൽ മതി. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് ഷൂ ആണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ചില അനാട്ടമി HOD മാർക്ക് ഷൂ കാണാതെ ഒരു സമാധാനവും കിട്ടൂല. ഷൂ ഇല്ലാതെ നമ്മൾ ഡിസെക്ഷൻ ഹോളിൽ ചിലർ കേട്ടില്ല. അപ്പം എനിക്കറിയില്ല എല്ലാ കോളേജിലും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ മിക്ക കോളേജിലും ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത് കേൾക്കാം. എന്റെ കോളേജിൽ എങ്ങനെ തന്നെ കേട്ടോ. ഷൂ ഇല്ലാതെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ എല്ലാ സബ്ജക്റ്റിലും നമ്മൾ ക്ലാസ് പോകുന്നൊക്കെ ഷൂ ഇട്ടിട്ടായിരുന്നു. പ്രത്യേകിച്ച് അനാട്ടമി ഡിസെക്ഷൻ ഹോളിൽ നമുക്ക് ഷൂ അവര് കമ്പൽസറി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ള മറ്റൊന്നാണ് കണ്ണിങ്ഹാം. സത്യം പറഞ്ഞ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ബുക്കാണ്. എനിക്ക് അത് വെച്ചിട്ട് എനിക്കൊരു ഉപയോഗം തോന്നിയിട്ടില്ല. ഞാൻ സെക്കൻഡ് ഹാൻഡ് ബുക്കാണ് മേടിച്ചത്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ണിങ്ഹാം മേടിക്കുന്ന സമയത്ത് ഫസ്റ്റ് മേടിക്കണം എന്നില്ല, സെക്കൻഡ് ഹാൻഡ് ബുക്ക് മേടിച്ചാൽ മതി. ഇവൻ നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങൾ തൊട്ട് മുമ്പത്തെ സീനിയറിന്റെ അടുത്ത് അവർ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. അങ്ങനെ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈസയുടെ ഇളവും കിട്ടും. കണ്ണിങ്ഹാം ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്കത് വായിച്ചൊന്നും പഠിക്കുകയൊന്നുമില്ല. നമ്മൾ അതിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കുകയില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ തുറന്നിട്ട് പോലുമില്ല. ഞാൻ സെക്കൻഡ് ഹാൻഡ് മേടിച്ച എന്തോ ഭാഗ്യമാണ്, കാരണം തുറന്നിട്ട് പോലുമില്ല. പക്ഷെ ചില HOD മാർക്ക് നിർബന്ധമാണ് മറ്റേ ഡിസെക്ഷൻ ഹോളിൽ കണ്ണിങ്ഹാം. അങ്ങനെ വേണം എന്ന് പറയുന്ന HOD മാരുള്ള കോളേജിലെ കുട്ടികൾ മാത്രം കണ്ണിങ്ഹാം മേടിക്കുക. ഇല്ലാത്ത കുട്ടികൾ വെറുതെ അത് മേടിച്ചിട്ട് പൈസ കളയണ്ട. കാരണം എന്താന്ന് പറഞ്ഞാൽ അത് നമ്മൾ തുറന്നു പോലും നോക്കൂല. അത് കാണാൻ തന്നെ ഒരു രസമില്ല ഗൈസ്. ഒരു ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്തോ സാധനമാണ്. അപ്പൊ എന്റെ അടുത്തുണ്ട് കണ്ണിങ്ഹാം. ഞാൻ ഇവിടെ വരുന്ന കുട്ടികൾക്ക് ആർക്കെയും വേണമെങ്കിൽ, SSCയിൽ വരുന്ന കുട്ടികൾക്ക് ആർക്കെയും വേണമെങ്കിൽ ഞാൻ എന്റെ കണ്ണിങ്ഹാം കൊടുക്കാം. പക്ഷെ അത് കുറച്ചൊരു പഴയ എഡിഷൻ ആട്ടോ. അപ്പം അത് നമ്മൾ തുറക്കൂല. എന്തായാലും വേണമെങ്കിൽ നമുക്ക് ഇവിടെ വരുന്ന എനിക്ക് തോന്നുന്നു ഇവിടുത്തെ HODക്ക് അത് ആവശ്യമുണ്ടെന്ന്. അതുപോലെ തന്നെ ആവശ്യമുള്ള HODകൾ ഉള്ള കോളേജിലുള്ള കുട്ടികൾ മാത്രം കണ്ണിങ്ഹാം മേടിക്കുക. കണ്ണിങ്ഹാം എന്ന് പറയുന്നത് ഡിസെക്ഷൻ അറ്റ്ലസ് ആട്ടോ. അത് മേടിക്കുക. അല്ലാത്ത കുട്ടികൾ വെറുതെ അത് മേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയുള്ള കാര്യം തന്നെ വാച്ചാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും വാച്ചൊക്കെ നമ്മൾ എല്ലപ്പം കെട്ടുന്നതല്ലേ, വാച്ച് ഓക്കെ ഫൈൻ. പക്ഷെ വാച്ചിന് സെക്കൻഡ് സൂചി വേണം. പൾസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെക്കൻഡ് വെച്ചിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത്. സോ സെക്കൻഡ് സൂചിയുള്ള വാച്ചായിരിക്കണം നമ്മൾ ഒരു പ്രാക്ടിക്കൽ ഹൗസിന് കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. തന്നെ മറ്റൊരു ഐറ്റം ആണ് ഗേൾസിന് വേണ്ടിയിട്ടാട്ടോ. നമ്മൾ മുടി പുട്ടപ്പ് ചെയ്യാണ് ചെയ്യുക ഫസ്റ്റ് ഇയറിൽ. പുട്ടപ്പ് ചെയ്യാന്നാണ് നമ്മൾ മുടി ഇതുപോലെ അയച്ചിടല, പൊക്കി വെച്ച് കെട്ടുക. അപ്പൊ നിങ്ങൾക്ക് അതിന് എന്തൊക്കെയാണോ വേണ്ടത്, ക്രാബ് ഉണ്ടാവും, ചില സ്ലൈഡ് ഉണ്ടാവും. അപ്പം അത് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മുടി ഫ്രണ്ടിലോട്ട് വരുന്നൊന്നും ചില ടീച്ചേഴ്സിന് ഒട്ടും പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മുടി ഒതുക്കി കെട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സാധനങ്ങളായിട്ട് വന്നാൽ മതി. പ്രത്യേകിച്ച് വലിയ വലിയ സ്ലൈഡ്സ് അല്ലെങ്കിൽ ക്ലിപ്പ് ഉണ്ടാവും, നമുക്കിന് മൊത്തത്തിൽ മുടി കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ള. അപ്പം ആ ക്ലിപ്പ്, അങ്ങനത്തെ ക്ലിപ്പൊക്കെ ആയിട്ട് വരിക. കാരണം മുടി ഒട്ടും നമുക്ക് ഇങ്ങനെ കോട്ടിന്റെ താഴോട്ട് ആകാൻ അവർ സമ്മതിക്കില്ല. അപ്പൊ എപ്പോഴും മുടി ഇങ്ങനെ സെക്യൂർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ വലിയ ക്ലിപ്സ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ കുറെ പേര് പറയുന്ന ഒരു കാര്യമാണ് ബോൺ സെറ്റ്. ബോൺ സെറ്റ് എന്താന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ കാണില്ലേ അസ്ഥിക്കൂടം, അതായത് നമ്മുടെ കംപ്ലീറ്റ് ബോൺ സെറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഈ ബോൺ സെറ്റിന് ഒരു 8,000 10,000 റുപ്പീസ് ഉണ്ടാവും. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണോ എന്ന് വെച്ചാൽ ഞാൻ മേടിച്ചിട്ടില്ല. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഇവിടെ കുറെ കുട്ടികൾ, ഒരു 10 പേരൊക്കെ ചേർന്ന ഗ്രൂപ്പ് ഒരു ബോൺ സെറ്റ് മേടിക്കും. ഒരാൾ 1,000 റുപ്പീസ് ഒക്കെ ഇട്ടിട്ട് 10 പേര് ചേർന്നിട്ടൊക്കെ ഒരു ബോൺ സെറ്റ് മേടിക്കും. അതൊക്കെ
നിങ്ങൾക്ക് ഒട്ടും നിങ്ങൾക്ക് അവരുടെ ബോണിന്റെ കാര്യങ്ങളൊന്നും ക്ലാസ് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം മേടിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ബോൺ സെറ്റ് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ബോൺ ഇപ്പൊ നിങ്ങൾക്ക് വൺസ് അത് ഫോളോ ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾ പിന്നെ ഒരു ദിവസം ക്ലാസ്സിൽ പോകുമ്പോൾ വീണ്ടും അത് പഠിച്ചാൽ മതി. അപ്പം അല്ലാതെ ബോൺ സെറ്റ് മേടിക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ കുറെ പേര് ബോൺ സെറ്റ് എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പം ബോൺ സെറ്റ് ഇൻ കേസ് വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ കുറെ കുട്ടികൾ ചേർന്നിട്ട് ഇത്തിരി പൈസ ഇട്ട് മേടിക്കാം. പിന്നെ ഉള്ളത് CNS കിറ്റ് ആണ്. CNS കിറ്റ് എന്താന്ന് പറഞ്ഞാല് നമ്മള് എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മളിപ്പോ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കൂലേ, അതേ കണക്ക് നമ്മള് നമുക്ക് മണം ഉണ്ടോ എന്ന് അറിയാൻ, അല്ലെങ്കിൽ നമുക്ക് കേൾവി ഉണ്ടോ എന്ന് അറിയാൻ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഓരോ ഇൻസ്ട്രുമെന്റ് വെച്ച് നോക്കും. ട്യൂണിംഗ് ഫോർക്ക് അല്ലെങ്കിൽ നീ ഹാമർ പോലത്തെ പല ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ അനലൈസ് ചെയ്യാം. അപ്പം ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ് CNS കിറ്റ് എന്ന് പറയുന്നത്. അപ്പം മേ ബി നിങ്ങൾക്ക് CNS കിറ്റ് അങ്ങനെയായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇല്ല നിങ്ങൾക്ക് അതിൽ വേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. എസെൻഷ്യൽ ആയിട്ട് വേണ്ടത് ഒന്ന് ടോർച്ചാണ്, 2 നീ ഹാമർ ആണ്, പിന്നെ ടേപ്പ് ആണ്, പിന്നെ ട്യൂണിംഗ് ഫോർക്കാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് മേടിച്ചാൽ മതി. അങ്ങനെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ CNS കിറ്റിന്റെ മൊത്തത്തിലുള്ള പൈസ അത്ര വരില്ല, കുറച്ചുകൂടി നമുക്ക് അഫോർഡബിൾ ആയിരിക്കും. പിന്നെ വേണ്ട മണമൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് കപ്പിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ മതി. സോപ്പിന്റെ കഷ്ണമോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ നമുക്ക് മണം അസസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇങ്ങനത്തെ കാര്യത്തിൽ ഇത് വെച്ചിട്ട് നമുക്ക് തന്നെ ഒരു CNS കിറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ കുറെ പേര് സ്വന്തമായിട്ട് CNS കിറ്റ് ഉണ്ടാക്കിയതാ ചെയ്തത്. ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ സെപ്പറേറ്റ് ഓൺലൈൻ ആമസോണിന്നോ ഫ്ലിപ്പിന്നൊക്കെ മേടിച്ചിട്ട് സ്വന്തമായിട്ട് CNS കിറ്റ് ഉണ്ടാക്കി കുറച്ച് കുട്ടികൾ CNS കിറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങിച്ചു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിൽ കൂട്ടത്തിൽ അഫോർഡബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ സെപ്പറേറ്റ് സാധനം മേടിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കലൊക്കെ തുടങ്ങി കഴിഞ്ഞ്, അതായത് ഇപ്പൊ ഫിസിയോളജി കേട്ടോ വേണ്ടത്, ഫിസിയോളജി പ്രാക്ടിക്കലൊക്കെ തുടങ്ങിയ ശേഷം നിങ്ങൾക്ക് ആവശ്യം തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആണ്. ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഇന്ന ടെക്സ്റ്റ് ബുക്ക് തന്നെ പഠിക്കണം എന്നൊന്നുമില്ല. നമ്മളെ കംഫർട്ടബിൾ ഏതാണോ നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കാണ് യൂസ് ചെയ്യുക. അപ്പൊ ഞാൻ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. നിങ്ങളുടെ കംഫർട്ടബിൾ ടെക്സ്റ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കുറെ ടെക്സ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ്, ഒരു ഓതറിന്റെ ടെക്സ്റ്റ് മേടിക്കാം. അതായത് ഒരു സബ്ജക്റ്റിൽ കുറെ ഓതേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓതറിന്റെ ടെക്സ്റ്റ് മേടിക്കാം. പിന്നെ ബാക്കിയുള്ള ഓതേഴ്സിന്റെ ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ടെലഗ്രാംസിലൊക്കെ അതിന്റെ PDF കിട്ടും. ഇല്ലെ സീനിയേഴ്സിനോട്, അത് തൊട്ട് മുമ്പത്തെ സീനിയേഴ്സിനടുത്ത് എല്ലാം ഒരുവിധം PDF ഒക്കെ ഉണ്ടാവും. അവരെ കയ്യിൽ നിന്ന് എന്ത് മേടിക്കാം, PDF ഒക്കെ മേടിക്കാം. അവരോട് നല്ല കൂട്ടുകൂടാം. അപ്പൊ നിങ്ങൾക്ക് കുറെ ഉപകാരം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആ PDF ഒക്കെ മേടിച്ചിട്ട് ഡൗൺലോഡ് ചെയ്ത് പഠിച്ചാൽ മതി. ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് മേടിച്ചാൽ മതി. അപ്പം ഇത്രയാണ് ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യത്തിൽ ഒരു കാര്യം വിട്ടുപോയെന്ന് വെച്ചാൽ, ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റും ഉണ്ടാവും, അല്ലാതെ കുറെ ഇന്ത്യൻ ഓതേഴ്സിന്റെ ടെക്സ്റ്റ് ഉണ്ടാവും. അപ്പൊ എപ്പോഴും നമുക്ക് പഠിക്കാൻ എളുപ്പം എപ്പോഴും ഇന്ത്യൻ ഓതേഴ്സിന്റെ കുറച്ച് ടെക്സ്റ്റ് ബുക്കാണ്. അപ്പം അത് മാക്സിമം നിങ്ങൾ ഫോളോ ചെയ്യുക. ചില കുട്ടികൾ നമുക്ക് ഭയങ്കര പേര് കേട്ട് അല്ലെങ്കിൽ വലിയ ടെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞ് മേടിക്കും. എപ്പോഴും നമുക്ക് കംഫർട്ടബിൾ ആയ ടെക്സ്റ്റ് മാത്രം മേടിക്കാം. നമ്മളാണ് അത് പഠിക്കുന്നത്, നമ്മളാണ് എക്സാം എഴുതുന്നത്. സോ നമ്മൾ ബാക്കിയുള്ള കുട്ടികൾ എന്ത് മേടിക്കുന്നു എന്ന് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. നമുക്ക് പഠിക്കാൻ പറ്റുന്ന ടെക്സ്റ്റ് മാത്രം മേടിക്കാം. പിന്നെ ഏത് ടെക്സ്റ്റ് വെച്ച് പഠിച്ചാലും നമുക്ക് മാർക്ക് കിട്ടുന്നുണ്ടോ. പിന്നെ വലിയ ടെക്സ്റ്റ് പഠിച്ചാൽ മേ ബി നമുക്ക് എക്സാമിന്റെ തലേന്നൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ള അനാട്ടമി അല്ലെങ്കിൽ ഫിസിയോളജി ഒക്കെ സിമ്പിൾ ആയിട്ട് ഏത് ഓതറാണോ എഴുതിയിട്ടുള്ളത് ആ ബുക്ക് നിങ്ങൾ ഫോളോ ചെയ്യും. അപ്പൊ നിങ്ങൾ എല്ലാ ബുക്കും ജസ്റ്റ് ഒന്ന് ഇപ്പൊ നിങ്ങൾ ചുമ്മാ ഇരിക്കുമായിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ ഒരുവിധം എല്ലാത്തിനും PDF ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് നോക്കുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ഏതാണോ അത് നിങ്ങൾ ബുക്ക് വാങ്ങിക്കുക. വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് മേടിക്കണം എന്നില്ല. മേ ബി ക്ലാസ്സിലൊക്കെ വൺസ് ക്ലാസ്സിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും, അത് നിങ്ങൾ 100 കുട്ടികളോ അല്ലെങ്കിൽ 250 കുട്ടികളൊക്കെ ഉണ്ടാവും ക്ലാസ്സിൽ, എല്ലാവരും കൂടി ഒറ്റ ബൾക്കായിട്ട് ഓർഡർ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ ഒന്നിച്ചത് ഓർഡർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ക്യാഷ് റിഡക്ഷൻ കിട്ടും. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഇനി ഏതെങ്കിലും വീഡിയോസ് ചെയ്യണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഞാൻ ഇൻസ്റ്റ ID ഇവിടെ കൊടുക്കാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെയും